ഹലോ സുഹൃത്തെ, നമസ്കാരം. JD's കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. സെൽഫ് ബിലീഫ്, അതായത് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം. നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് വേണ്ടത് സെൽഫ് ബിലീഫ് ആണ്. അതായത് നമുക്ക് ഓരോരുത്തർക്കും കഴിവുണ്ട്. നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ പല നേട്ടങ്ങൾ ഒരുപക്ഷെ ചെറിയൊരു നേട്ടമായിരിക്കാം, അത് നമ്മുടെ നേട്ടം തന്നെയാണ്, അത് നമ്മുടെ കഴിവാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം വേണം. ഓരോ വ്യക്തികളിലും കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളിലും കഴിവുണ്ട്. അപ്പോൾ സെൽഫ് ബിലീഫ് ആണ് നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. നമ്മളിൽ തന്നെ നമുക്കൊരു വിശ്വാസം വേണം. ഇപ്പം ഇന്ന് മെയ് 30 ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സുമായി JD's കറണ്ട് അഫയേഴ്സ്. 2024 മെയ് 30 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? മേജർ രാധിക സെൻ. ഇപ്പം മേജർ രാധിക സെൻ ആണ് 2024 മെയ് 30, അതായത് ഇന്ന് UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കുന്നത്. 1993 ഹിമാചൽ പ്രദേശിലാണ് മേജർ രാധിക സെൻ ജനിച്ചിട്ടുള്ളത്. ഇന്ത്യൻ പീസ് കീപ്പേഴ്സിന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു ഇന്ത്യൻ ഇത്തരത്തിലുള്ള ഒരു അവാർഡ് വാങ്ങുന്നത്, അതായത് UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ്. ഇതിനു മുമ്പ് 2019 മേജർ സുമൻ ഗാവനിയാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് നേടിയിട്ടുള്ളത്. അത് സൗത്ത് സുഡാനിലെ UN മിഷനിലെ സേവനം നൽകുന്ന ഒരു സമയത്താണ് മേജർ സുമാൻ ഗാവനി ഈ ഒരു അവാർഡ് നേടുന്നത്. രണ്ടാമത്തെ വ്യക്തിയാണ് ഇപ്പോൾ മേജർ രാധിക സെൻ ഇത്തരത്തിലുള്ള ഒരു അവാർഡ് നേടുന്നത്. 2016 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ് നൽകാൻ തുടങ്ങിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ അവാർഡ് നൽകുന്നത് സമാധാന പരിപാലന ദൗത്യങ്ങളിൽ ഉടനീളം ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിൽ വ്യക്തിഗത സൈനിക സമാധാന സേനാംഗങ്ങളുടെ സമർപ്പണത്തെയാണ് അംഗീകരിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തിയാണ് മേജർ രാധിക സെൻ യുണൈറ്റഡ് നേഷൻ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ് നേടുന്ന വ്യക്തി. 2024 മുണ്ടൂർ കൃഷ്ണൻകുട്ടി അവാർഡിന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? മാനസി. 2024 മുണ്ടൂർ കൃഷ്ണൻകുട്ടി അവാർഡ് പ്രഖ്യാപിച്ചു. മാനസി എന്ന എഴുത്തുകാരിക്കാണ് ഈ അവാർഡിന് അർഹയായിട്ടുള്ളത്. മാനസി എന്നത് PA രുക്മിണിയുടെ തുലികാനാമമാണ്. 1948 മെയ് 4 മലയാളം ലാംഗ്വേജ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിട്ടുള്ള PA രുക്മിണി ജനിച്ചത്. 2024 മുണ്ടൂർ കൃഷ്ണൻകുട്ടി അവാർഡിന് അർഹയായിട്ടുള്ളത് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിട്ടുള്ള മാനസിയാണ്. ഈ അവാർഡ് നൽകുന്നത് മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക ട്രസ്റ്റും. പ്രധാനമായിട്ടും മാനസി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒന്ന് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാണ് ഈ അവാർഡ് നൽകുന്നത്. മാനസി എന്ന PA രുക്മിണി എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളും കന്നഡ, മറാഠി, ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2024 മുണ്ടൂർ കൃഷ്ണൻകുട്ടി അവാർഡ് അർഹയായിട്ടുള്ളത് മാനസിയാണ്. 2024 മെയ് 29 ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് രുദ്ര M2 എയർ ടു സർഫേസ് മിസൈലിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയത്? Su-30 Mk1 പ്ലാറ്റ്ഫോം. 2024 മെയ് 29 Su-30 Mk1 പ്ലാറ്റ്ഫോം ഇന്ത്യയുടെ ഒരു സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റ് ആയിട്ടുള്ള ഈ ഒരു വിമാനത്തിൽ നിന്ന് രുദ്ര M2 എന്ന സർഫേസ് ടു എയർ മിസൈൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പരീക്ഷിച്ചിട്ടുള്ളത്. ഒഡീഷ തീരത്താണ് ഈ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ Su-30 ഫൈറ്റർ ജെറ്റ് എന്ന വിമാനമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. രുദ്ര M2 എന്നത് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മിസൈൽ ആണത്. ഏതൊരു എനിമി അറ്റാക്കിനെയും ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിസൈൽ ആണ് രുദ്ര M2. ഈ ഒരു മിസൈൽ പ്രവർത്തിക്കുന്നത് സോളിഡ് പ്രൊപ്പല്ലൻസിലാണ്. ഈ മിസൈൽ എയർ ടു സർഫേസ് മിസൈൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് എയർ ടു സർഫേസ്, നമ്മൾ മിക്കവാറും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല മിസൈലും എയർ ടു സർഫേസ് ആയിരിക്കാം, അല്ലെങ്കിൽ സർഫേസ് ടു എയർ ആയിരിക്കാം, അല്ലെങ്കിൽ സർഫേസ് ടു സർഫേസ് ആയിരിക്കാം. ഈ ഒരു മിസൈൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലകരുടെ 76ാമത് അന്താരാഷ്ട്ര ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? 29 മെയ് 2024. ഇപ്പം ഇന്നലെ മെയ് 29 ഇന്നലെയായിരുന്നു ഇന്റർനാഷണൽ ഡേ ഓഫ് യുണൈറ്റഡ് നേഷൻ പീസ് കീപ്പേഴ്സ് ഡേ. ഇപ്പം 76ാമത്തെ ഇന്റർനാഷണൽ ഡേ ഓഫ് UN പീസ് കീപ്പേഴ്സ് ഡേ ആയിരുന്നു മെയ് 29. യുണൈറ്റഡ് നേഷൻ പീസ് കീപ്പേഴ്സ് ഉപയോഗിക്കുന്ന ക്യാബ് എപ്പോഴും ബ്ലൂ കളർ ആയിരിക്കുള്ളൂ. അത് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ദേശീയ യുദ്ധസ്മാരകത്തിൽ ഇന്ത്യൻ സൈന്യം വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇന്നലെയായിരുന്നു മെയ് 29 നാഷണൽ വാർ മെമ്മോറിയൽ വെച്ചാണ് ഇത്. ന്യൂഡൽഹിയിലാണ് നാഷണൽ വാർ മെമ്മോറിയൽ. ഇന്നിപ്പോൾ ഇന്ത്യ ഏതാണ്ട്
ഏകദേശം 2,87,000 സൈനികരുടെ സേവനം യുണൈറ്റഡ് നേഷൻ പീസ് കീപ്പേഴ്സ് ഫോഴ്സിനു വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. ഇതിൽ 160 ഇന്ത്യൻ ആർമി സോൾജേഴ്സ് ആണ് ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇന്ത്യൻ ആർമിയുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഇന്നിപ്പോൾ 9 രാജ്യങ്ങളിൽ ആണ് സേവനം നൽകിക്കൊണ്ടിരിക്കുന്നത്. പല പേരുകളിലാണ് ഈ ഒരു മിഷൻ, അതായത് ഇപ്പോൾ UNDOF, UNIFIL, UNTSO എന്നിങ്ങനെ ഇത് സിറിയ, ഇസ്രായേൽ, സൗത്ത് ആഫ്രിക്ക, സൈപ്രസ് എന്നിങ്ങനെ രാജ്യങ്ങളിലാണ് യുണൈറ്റഡ് നേഷന്റെ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് സേവനം നൽകിക്കൊണ്ടിരിക്കുന്നത്. 9 രാജ്യങ്ങളിലാണ്. കൂടാതെ UN പീസ് കീപ്പേഴ്സ് ഡേ ഇത് എല്ലാ വർഷം മെയ് 29 തീയതിയാണ് ആചരിക്കുന്നത്. ഒരു സീസണിൽ മൗണ്ട് എവറസ്റ്റും ലോഡ്സയും 2 തവണ കീഴടക്കിയ ആദ്യ വ്യക്തി ആരാണ്? സത്യദീപ് ഗുപ്ത. ഇന്ത്യൻ മൗണ്ടനർ ആയിട്ടുള്ള സത്യദീപ് ഗുപ്ത ഒരൊറ്റ സീസണിൽ 2 പ്രാവശ്യം എവറസ്റ്റും 2 പ്രാവശ്യം ലോഡ്സയും കീഴടക്കിയിട്ടുള്ള വ്യക്തി എന്ന റെക്കോർഡ് ഉണ്ടാക്കി. ഒരേ സീസണിലാണ് ഈ 2 മലകൾ, അതായത് എവറസ്റ്റും അതേപോലെ തന്നെ ലോഡ്സയും കീഴടക്കിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ മറ്റൊരു റെക്കോർഡ് കൂടി സത്യദീപ് ഗുപ്ത ക്രിയേറ്റ് ചെയ്തു. അതായത് 11 മണിക്കൂർ 15 മിനിറ്റിന് ഇടയിലാണ് മൗണ്ട് എവറസ്റ്റും മൗണ്ട് ലോഡ്സയും അദ്ദേഹം കയറിയിട്ടുള്ളത്. മൗണ്ട് ലോഡ്സെ കീഴടക്കി അതിനുശേഷം 11 മണിക്കൂറും 15 മിനിറ്റിന്റെ ആ ഒരു ഗ്യാപ്പിൽ മൗണ്ട് എവറസ്റ്റും അദ്ദേഹം കീഴടക്കി. നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും മൗണ്ട് എവറസ്റ്റ് അതുപോലെ തന്നെ മൗണ്ട് ലോഡ്സെ തമ്മിലുള്ള വ്യത്യാസം. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ മൗണ്ടനർ ഇത്തരത്തിലുള്ള റെക്കോർഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരം ഗ്യാപ്പിൽ 11 മണിക്കൂറും 15 മിനിറ്റിന് ഇടയിൽ 2 മലകൾ കയറുന്ന വ്യക്തി എന്ന റെക്കോർഡും ഉണ്ടാക്കിയിട്ടുള്ളത് സത്യദീപ് ഗുപ്തയാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി റഫാൽ, 26 യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ കരാർ ചർച്ചകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഇപ്പോൾ ഫ്രാൻസ് ആണ് 26 ഫൈറ്റർ ജെറ്റിന് വേണ്ടി ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. റഫാൽ എന്ന വിമാനത്തിന് സപ്ലൈസ് എന്ന് പറയുമ്പോൾ അത് ഫ്രാൻസ് ആണ്. ഇന്ത്യ ഇപ്പോൾ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ഈ ഒരു വിമാനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്റർ വിമാനമാണ് റഫാൽ. ഏതാണ്ട് 50,000 കോടി രൂപയുടെ ഒരു ഡീൽ ആണ് നടക്കാൻ പോകുന്നത്. 26 റഫാൽ വിമാനം. ഇത് ഇന്ത്യൻ നേവിയുടെ INS വിക്രാന്തിനും INS വിക്രമാദിത്യക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള 26 റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ പോകുന്നത്. ഇപ്പൊ INS വിക്രാന്ത് ആണെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള 2022 സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്തിട്ടുള്ള ഒരു വിമാനവാഹിനി കപ്പലാണ്. അതുപോലെ INS വിക്രമാദിത്യ ആണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വിമാനവാഹിനി കപ്പലാണ് INS വിക്രമാദിത്യ. റഫാലിന് വേണ്ടി ചർച്ച ചെയ്യാൻ പോകുന്ന ഫ്രാൻസ് ടീം ആണ് ഡിഫൻസ് മിനിസ്ട്രിയിലെയും ഒപ്പം തന്നെ ഡസോൾട്ട് ഏവിയേഷനും തലേസ് എന്ന ഈ വിമാനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്താണെങ്കിൽ ഡിഫൻസ് അക്വിസിഷൻ വിങ്ങും ഇന്ത്യൻ നേവിയിലെ മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ടീം ആണ്. അതായത് 50,000 കോടി രൂപയുടെ 26 റഫാൽ വിമാനം ഇന്ത്യൻ നേവിക്ക് വേണ്ടി വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇന്ന് ആരംഭിക്കുന്നു. ഇന്നലെ മെയ് 29 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ജവഹർലാൽ നെഹ്റു പാവപ്പെട്ടവന്റെ കഥകളി എന്ന് വിളിച്ച കേരളത്തിലെ ഏത് നൃത്തരൂപമാണ്? ഇതിന്റെ ഉത്തരം ഓട്ടംതുള്ളൽ. ഇപ്പോൾ ഓട്ടംതുള്ളൽ എന്ന കേരളത്തിന്റെ നൃത്തം ഇതിനെയാണ് ജവഹർലാൽ നെഹ്റു പാവപ്പെട്ടവന്റെ കഥകളി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 മെയ് 30 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? മേജർ രാധിക സെൻ. 2024 മുണ്ടൂർ കൃഷ്ണൻകുട്ടി അവാർഡിന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? മാനസി. 2024 മെയ് 29 ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് രുദ്ര M2 എയർ ടു സർഫേസ് മിസൈലിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയത്? Su-30 Mk1 പ്ലാറ്റ്ഫോം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലകരുടെ 76ാമത് അന്താരാഷ്ട്ര ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? 29 മെയ് 2024. ഒരു സീസണിൽ മൗണ്ട് എവറസ്റ്റും ലോഡ്സയും 2 തവണ കീഴടക്കിയ ആദ്യ വ്യക്തി ആരാണ്? സത്യദീപ് ഗുപ്ത. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി റഫാൽ, 26 യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ കരാർ ചർച്ചകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഇന്ന് മെയ് 30 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഇന്ത്യസ് ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ഈസ് ലൊക്കേറ്റഡ് അറ്റ് വിച്ച് പ്ലേസ്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും.
ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.